എല്ലാവർക്കും വിബ്ജിയോ റെസിപ്പീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ സുഖിയനാണ്. ചിലയിടത്ത് ഇതിന് മോദകം എന്നും പറയാറുണ്ട്. അപ്പോൾ സുഖിയൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം ചെറുപയർ വേവിച്ചെടുക്കാം. ഞാനിവിടെ ഈ ഒരു കപ്പിൽ പയറാണ് എടുത്തേക്കുന്നത്. അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു 2 മണിക്കൂർ നമ്മൾ കുതിർത്ത് വെച്ചേക്കണം. ഏകദേശം 2 മണിക്കൂറായിട്ടുണ്ട്. ഇനി പയർ വേവിച്ചെടുക്കാം. പയർ മുങ്ങിക്കിടക്കാൻ മാത്രം വെള്ളം ഒഴിച്ച് വേണം പയർ വേവിക്കാൻ. ഈ കാണുന്ന പാകത്തിനാണ് പയർ വേവിച്ചെടുക്കേണ്ടുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ശർക്കര പാനി തയ്യാറാക്കാം. പാനി തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ ഒരു 150 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പം മുങ്ങിക്കിടക്കാൻ വേണ്ടി മാത്രം വെള്ളം ഒഴിച്ച് ശർക്കര നന്നായി ഉരുകി തീരുന്നത് വരെ തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടുന്നത്. ശർക്കരയെല്ലാം ഉരുകി പാനി നന്നായിട്ട് തിളച്ച് ശരിയായിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ട് അരിച്ച് ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഇനി വേണ്ടുന്നത് തേങ്ങയാണ്. തേങ്ങ ചിരവിയെടുക്കുക. അതിനുശേഷം പാനിയിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം തേങ്ങ വേവിക്കാൻ. പാനി വറ്റുന്നത് വരെ വേവിച്ചെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടാണ് തേങ്ങ വേവിക്കുന്നതെങ്കിലും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കുകയോ അല്ലെങ്കിൽ തേങ്ങ മൂത്ത് പോവുകയൊക്കെ ചെയ്യും. അപ്പം നന്നായിട്ട് വെള്ളം വറ്റുന്നത് വരെ, പാനിയിലുള്ള വെള്ളം വറ്റുന്നത് വരെ നന്നായിട്ട് തേങ്ങ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഏകദേശം പാനിയിലുള്ള വെള്ളം എല്ലാം ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന പയർ കൂടെ ചേർത്ത് നന്നായിട്ടിട്ടൊന്ന് ഇളക്കാം. തേങ്ങയുമായിട്ട് പയർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയും വേണം സ്പൂൺ വെച്ചിട്ട്. സുഖിയൻ്റെ ഒരു പരുവത്തിന് വേണ്ടിയിട്ടാണ് ഈ പയറും തേങ്ങയും ഒന്ന് ഉടച്ചു കൊടുക്കുന്നത്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക. ഉടച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർക്കുക. ഏലക്കാപ്പൊടി ചേർക്കുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അത് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഈ മിശ്രിതം നമുക്ക് ചെറിയ ഉരുളകളാക്കി മാറ്റാം. ഇനി നമുക്ക് മാവ് തയ്യാറാക്കുകയാണ് വേണ്ടുന്നത്. മാവ് തയ്യാറാക്കുന്നതിന് വേണ്ടി 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 നുള്ളു മഞ്ഞൾപ്പൊടി, 1 നുള്ളു ഉപ്പ് എന്നിവ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. ഈ ഒരു പരുവത്തിലാണ് മാവ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ഉരുളകൾ ഓരോന്നായി എടുത്ത് ഈ മാവിൽ മുക്കി ചൂടായ എണ്ണയിലിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. രുചിയേറിയ സുഖിയ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.